സ്റ്റുഡൻസ്, പി ബ്ലോക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൾഫറിൻ്റെ പ്രധാനപ്പെട്ട അലോട്രോപിക് ഫോംസുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ഒരു എലമെൻറ്റിൻ്റെ അലോട്രോപിക് ഫോം എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ ഫോം ആണ്. ആ എലമെൻറ്റിൻ്റെ ഒന്നിലധികം രൂപങ്ങളെയാണ് നമ്മൾ അലോട്രോപിക് ഫോംസ് എന്ന് പറയുന്നത്. കാർബണിനും ഫോസ്ഫറസിനും അതുപോലെ തന്നെ സൾഫറിനും ഒക്കെ അലോട്രോപിക് ഫോംസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൾഫറിൻ്റെ പ്രധാനപ്പെട്ട അലോട്രോപിക് ഫോമുകളെ കുറിച്ചാണ്. ആദ്യമായിട്ട് തന്നെ സൾഫറിൻ്റെ അലോട്രോപിക് ഫോമിനെ കുറിച്ച് സംസാരിച്ചാൽ ആൽഫ സൾഫർ അതുപോലെ തന്നെ ബീറ്റ സൾഫർ, ഇങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് അലോട്രോപിക് ഫോംസ് സൾഫറിനുണ്ട്. അതിലാദ്യം ആൽഫ സൾഫർ. ഈ ആൽഫ സൾഫറിനെ നമ്മൾ റോംബിക് സൾഫർ എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ആൽഫ സൾഫർ ഈസ് അതർവൈസ് കോൾഡ് റോംബിക് സൾഫർ. റോംബിക് സൾഫർ ഇറ്റ് ഈസ് യെല്ലോ ഇൻ കളർ. യെല്ലോ കളറാണ് ആൽഫ സൾഫറിന്. വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ആൽഫ സൾഫറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 385.8 കെൽവിൻ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡേറ്റയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 2.06 ആണ് ആൽഫ സൾഫറിന്റെ കേസിൽ. അപ്പോൾ നമ്മൾ ഈ ഡേറ്റാസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, വീണ്ടും വീണ്ടും പഠിക്കുക. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി, ഒരു സബ്സ്റ്റൻസിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കണ്ടെത്താം, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സ്പെസിഫിക് ഗ്രാവിറ്റി ഒരു സബ്സ്റ്റൻസിന്റെ കണ്ടെത്തുന്നതിന് ആ സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമ്മൾ ആൽഫ സൾഫറിന്റെ ഡെൻസിറ്റി സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ് ആയിട്ട് നമ്മൾ വാട്ടറാണ് എടുക്കുന്നത്. വാട്ടറിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 gram per milliliter ആണ് വാട്ടറിന്റെ ഡെൻസിറ്റി. അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പം ഒരു സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി വാട്ടറിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസിന്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടുന്നത്. ദാറ്റ് ഈസ് ആൽഫ സൾഫറിന്റെ കേസിൽ അത് 2.06 ആണ്. ഈ ആൽഫ സൾഫറിനെ കുറിച്ച് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ സോലുബിൾ അല്ല ആൽഫ സൾഫർ. അതേസമയം കാർബൺ ഡൈ സൾഫൈഡിൽ ഈ പറയുന്ന ആൽഫ സൾഫർ സോലുബിൾ ആണ്. സോ ഇറ്റ് ഈസ് ഇൻസോലുബിൾ ഇൻ വാട്ടർ ബട്ട് സോലുബിൾ ഇൻ അബ്സല്യൂട്ട്ലി റെഡ്ലി സോലുബിൾ ഇൻ CS2 കാർബൺ ഡൈ സൾഫൈഡ്. അതുപോലെ തന്നെ നമുക്ക് റോംബിക് സൾഫറിന്റെ പ്രിപ്പറേഷനിലേക്ക് നോക്കിയാൽ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം റോംബിക് സൾഫറിനെ, വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റോൾ സൾഫർ. നമ്മൾ റോൾ സൾഫറിനെ കാർബൺ ഡൈ സൾഫൈഡിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ കാർബൺ ഡൈ സൾഫൈഡിനകത്ത് റോൾ സൾഫറിനെ ഡിസോൾവ് ചെയ്യിപ്പിച്ചിട്ടുന്ന സൊല്യൂഷൻ അതിനെ ഇവാപ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ പറയാം, ഇവാപ്രേറ്റിംഗ് എ സൊല്യൂഷൻ ഓഫ് റോൾ സൾഫർ ഇൻ കാർബൺ ഡൈ സൾഫൈഡ്. കാർബൺ ഡൈ സൾഫൈഡിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ച റോൾ സൾഫറിനെ, ആ സൊല്യൂഷനെ നമ്മൾ ഇവാപ്രേറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് റോംബിക് സൾഫർ അഥവാ ആൽഫ സൾഫർ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. വളരെ പ്രധാനപ്പെട്ട 1-2 കേസസ് ആണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിനോട് അനുബന്ധിച്ച് തന്നെ സൾഫറിന്റെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അലോട്രോപിക് ഫോമാണ് ബീറ്റ സൾഫർ. ബീറ്റ സൾഫർ. അപ്പൊ ഈ ബീറ്റ സൾഫറിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനെ നമ്മൾ മോണോക്ലിനിക് സൾഫർ എന്നും വിളിക്കാറുണ്ട്. ബീറ്റ സൾഫർ ഈസ് അതർവൈസ് കോൾഡ് മോണോക്ലിനിക് സൾഫർ. ഇതും കാർബൺ ഡൈ സൾഫൈഡിൽ വളരെ വ്യക്തമായി സോലുബിൾ ആവുന്ന സൾഫറിന്റെ മറ്റൊരു അലോട്രോപിക് ഫോമാണ് ബീറ്റ സൾഫർ. ഇവിടെ നമുക്ക് ബീറ്റ സൾഫറിലേക്ക് വരുമ്പോൾ മെൽറ്റിംഗ് പോയിന്റിലേക്ക് വരാം. 393 കെൽവിൻ ആണ് ബീറ്റ സൾഫറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.98 ആണ്. 1.98 അതാണ് ഇതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 2ന് ഈക്വൽ ആണ്. അപ്പം ബീറ്റ സൾഫർ മോണോക്ലിനിക് സൾഫർ എന്ന് പറയുന്നു. ഇനി ഈ ബീറ്റ സൾഫറിനെ നമ്മൾ എന്താണ് കാർബൺ ഡൈ സൾഫൈഡിലേക്ക് ഇടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സോലുബിൾ ആവുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് ബീറ്റ സൾഫറിനെ നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം, ഹൗ ടു പ്രൊഡ്യൂസ് ഓർ പ്രിപ്പയർ ദിസ് ബീറ്റ സൾഫർ. അപ്പോൾ നമ്മൾ അവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ബീറ്റ സൾഫറിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ആൽഫ സൾഫറിനെ എടുക്കുന്നു. ആൽഫ സൾഫറിനെ ഒരു ചെറിയ ഡിഷിൽ എടുത്ത് നമ്മൾ മെൽറ്റ് ചെയ്യുന്നു, ഹീറ്റ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ മെൽറ്റ് ചെയ്ത ആൽഫ സൾഫർ അതിനെ പെട്ടെന്ന് തന്നെ തണുപ്പിക്കുന്നു, കൂൾ ചെയ്യാൻ അനുവദിക്കുന്നു. അങ്ങനെ കൂൾ ചെയ്യുമ്പോൾ ഒരു ക്രസ്റ്റ്, ആ ആൽഫ സൾഫറിന് മുകളിൽ ഒരു ക്രസ്റ്റ് ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ മെൽറ്റഡ് ഫോർമാറ്റിൽ ഇരിക്കുന്ന ആൽഫ സൾഫറിന് മുകളിൽ ഒരു ക്രസ്റ്റ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ക്രസ്റ്റിൽ നമ്മൾ ഹോൾസ് ഇടുന്നു, നമ്മൾ സുഷിരങ്ങൾ ഇട്ടതിന് ശേഷം
അതിനകത്തുള്ള ആ ഡിഷിൽ ബാക്കി അവശേഷിക്കുന്ന ലിക്വിഡ് ഫോർമാറ്റിലുള്ള ആൽഫ സൾഫറിനെയൊക്കെ നമ്മൾ പോർ ഔട്ട് ചെയ്ത് വെളിയിലേക്ക് കളയുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ക്രസ്റ്റ് അങ്ങ് റിമൂവ് ചെയ്തതിനു ശേഷം നമ്മൾ ആ ഡിഷിലേക്ക് നോക്കുമ്പോൾ നീഡിൽ ഷേപ്ഡ് ബീറ്റാ സൾഫർ ഫോം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ബീറ്റാ സൾഫർ ഏകദേശം സൂചിയുടെ കണക്ക് നീഡിൽ ഷേപ്ഡ് ബീറ്റാ സൾഫർ അവിടെ ഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ആൽഫ സൾഫറിൽ നിന്നാണ് നമ്മൾ ബീറ്റാ സൾഫറിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ ഉണ്ട്. അത് ഏകദേശം 369 കെൽവിൻ ആണ്. ഈ ടെമ്പറേച്ചറിനെ നമ്മൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ടെമ്പറേച്ചറിനെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകത, ഈ പർട്ടിക്കുലർ 369 കെൽവിൻ എന്ന് പറഞ്ഞ ടെമ്പറേച്ചറിൽ ബോത്ത് ഫോംസ് ആർ എക്സിസ്റ്റ്. ആൽഫ സൾഫറും ബീറ്റാ സൾഫറും ഈ പ്രത്യേക ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രത്യേക ടെമ്പറേച്ചറിനെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. ഈ ടെമ്പറേച്ചറിന് മുകളിലാണ് ബീറ്റാ സൾഫർ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഈ ടെമ്പറേച്ചറിൽ താഴെയാണ് ആൽഫ സൾഫർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ടെമ്പറേച്ചറിനെ നമ്മൾ ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അറ്റ് ദിസ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ ബോത്ത് ആൽഫ സൾഫർ ആൻഡ് ബീറ്റാ സൾഫർ ആർ പ്രസന്റ്. ഈ പ്രത്യേക ടെമ്പറേച്ചറിൽ രണ്ട് ഫോമും പ്രസന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആൽഫ സൾഫറിനെയും ബീറ്റാ സൾഫറിനെയും കുറിച്ച് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. ആൽഫ സൾഫറിനെ നമ്മൾ റോംബിക് സൾഫർ എന്നും ബീറ്റാ സൾഫറിനെ നമ്മൾ മോണോക്ലിനിക് സൾഫർ എന്നും നാമകരണം ചെയ്തിരിക്കുന്നു. ശരി, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൽഫ ഫോം ആണെങ്കിലും ബീറ്റാ ഫോം ആണെങ്കിലും സൾഫറിൽ കാണപ്പെടുന്ന ഇൻഡിവിജ്വൽ മോളിക്യൂൾ എസൈറ്റ് ഫോർമാറ്റിലാണ്. എസൈറ്റ് മോളിക്യൂളാണ് ഈ ആൽഫ ഫോമിലും ബീറ്റാ ഫോമിലും പൊതുവെ കാണപ്പെടുന്നത്. ഈ എസൈറ്റ് മോളിക്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏകദേശം ഒരു ക്രൗൺ ഷേപ്പ് ആയിട്ടാണ് നമ്മുടെ NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എസൈറ്റ് മോളിക്യൂൾ അഡോപ്റ്റ് എ ക്രൗൺ ഷേപ്പ്. അപ്പൊ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. അതിന്റെ ക്രൗൺ ഷേപ്പിലേക്ക് പോകാം. അപ്പൊ ആൽഫ ഫോമിലും ബീറ്റാ ഫോമിലും എസൈറ്റ് മോളിക്യൂൾ കാണപ്പെടുന്നു. അത് ഏകദേശം ഒരു ക്രൗൺ ഷേപ്പിൽ ആണ് കാണപ്പെടുന്നത്. ഈ 8 സർക്കിളുകളിലും സൾഫർ ആണ് ഉള്ളത്. ഇതിനെയാണ് ക്രൗൺ ഷേപ്പ് ഓഫ് എസൈറ്റ് മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്രൗൺ ഷേപ്പ് ഓഫ് എസൈറ്റ് മോളിക്യൂൾ ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരു ബോണ്ട് ആംഗിൾ ഉണ്ട്. ദാറ്റ് ഈസ് അബൌട്ട് 107 ഡിഗ്രി, 107 ഡിഗ്രിയാണ് അവിടുത്തെ ബോണ്ട് ആംഗിൾ. ഇവിടെ സൾഫർ സൾഫർ ബോണ്ട് ലെങ്ത്, സൾഫർ സൾഫർ ക്രൗൺ ഷേപ്പിൽ സൾഫർ സൾഫർ ബോണ്ട് ലെങ്ത് ഏകദേശം 204 പൈക്കോമീറ്റർ ആണ്. ഇതാണ് ഇതിന്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. സൾഫർ സൾഫർ ബോണ്ട് ലെങ്ത് എസൈറ്റ് മോളിക്യൂളിൽ ആ ഷേപ്പിനെയാണ് നമ്മൾ ക്രൗൺ ഷേപ്പ് എന്ന് പറയുന്നത്. ബോണ്ട് ആംഗിൾ 107 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അതുപോലെ തന്നെ സൾഫറിന്റെ മറ്റൊരു അലോട്രോപിക് ഫോം ആണ് സൈക്ലോഎസ്6. 6 കാർബൺ ആറ്റം വരുന്ന സൈക്ലോഎസ്6. ഇദ്ദേഹം ഒരു ചെയർ കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ചെയർ ഷേപ്പാണ് ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. എല്ലാ സർക്കിളുകളിലും സൾഫർ ഫില്ല് ചെയ്യുന്നു. അപ്പൊ 6 സൾഫർ ഈ രീതിയിൽ ചെയർ ഫോം ആണ്, ചെയർ ഫോം. അപ്പൊ സൈക്ലോഎസ്6 എന്ന് പറഞ്ഞ അലോട്രോപിക് ഫോമിൽ ഇങ്ങനെ ചെയർ കൺഫർമേഷൻ അല്ലെങ്കിൽ ചെയർ ഫോർമേഷൻ ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഒരു ബോണ്ട് ആംഗിൾ വരുന്നുണ്ട്. ദാറ്റ് ഈസ് 102 ഡിഗ്രി. ഇതാണ് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. 102 ഡിഗ്രിയാണ് ഇവിടുത്തെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സൈക്ലോഎസ്6ൽ സൾഫർ സൾഫർ ബോണ്ട് ലെങ്ത് നമ്മൾ പരിശോധിച്ചാൽ അത് ഏകദേശം 205.7 പൈക്കോമീറ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാം. 205.7 പൈക്കോമീറ്റർ ആണ് ഇവിടുത്തെ ചെയർ ഫോമിന്റെ സൾഫർ സൾഫർ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ ആൽഫ സൾഫറിലും ബീറ്റാ സൾഫറിലും പൊതുവായിട്ട് എസൈറ്റ് മോളിക്യൂളാണ് കാണപ്പെടുന്നത്. അത് ക്രൗൺ ഷേപ്പാണ്. ക്രൗൺ ഷേപ്പാണ് അത്, ആ ജോമെട്രിയാണ് അത് അഡോപ്റ്റ് ചെയ്യുന്നത്. അതും ഈ ഒരു ഇതാണ്. 8 സൾഫർ വരുന്നു, ഇത് 6 സൾഫർ. ഇത് സൈക്ലിക് ആയിട്ട് ചെയർ ഫോമിൽ കാണപ്പെടുന്നു. അപ്പൊ സൈക്ലോഎസ്6 എന്ന് ഇതിനെ വിളിക്കുന്നു. അവിടുത്തെ സൈക്ലോഎസ്6ലെ സൾഫർ സൾഫർ ബോണ്ട് ലെങ്ത് 205.7 പൈക്കോമീറ്ററും ബോണ്ട് ആംഗിൾ 102 ഡിഗ്രി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളാണ് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് സൾഫറിന്റെ അലോട്രോപിക് ഫോംസിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഇവിടെ എൻട്രൻസ് എക്സാമിനേഷന് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പഠിപ്പിക്കാൻ വരുന്നത്.
ഈ സൾഫറിന്റെ അലോട്രോപിക് ഫോമുകളിൽ പാരാമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്ന അലോട്രോപിക് ഫോം ഏതാണ് എന്ന് മനസ്സിലാക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സൾഫറിന് S2 മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ഇൻ വേപ്പർ ഫേസ്. വേപ്പർ ഫേസിൽ ഏകദേശം ഒരു 1000 കെൽവിനൊക്കെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ എബോവ് 1000 കെൽവിൻ, 1000 കെൽവിനോ അല്ലെങ്കിൽ അതിന് മുകളിലോ സൾഫർ ഇങ്ങനെ S2 ആയിട്ടാണ്, ഡൈസൾഫർ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ ഡൈസൾഫർ പാരാമാഗ്നറ്റിക് ആണ്. ഇറ്റ് ഈസ് പാരാമാഗ്നറ്റിക്. ഇത് പാരാമാഗ്നറ്റിക് ആണ്. നമുക്കറിയാം പാരാമാഗ്നറ്റിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെ ഊഹിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം, S8 മോളിക്യൂൾ ഏകദേശം 1000 കെൽവിനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സൾഫർ അത് പാരാമാഗ്നറ്റിക് നേച്ചർ കാണിക്കുന്നു ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ. ഇവിടെ നമ്മൾ S2ന്റെ അൺപെയ്ഡ് ഇലക്ട്രോണുകളെ ചെക്ക് ചെയ്യുമ്പം പൈ സ്റ്റാർ ഓർബിറ്റലുകൾ, നമ്മൾ മോളിക്കുലർ ഓർബിറ്റലായിട്ടുള്ള പൈ സ്റ്റാർ ഓർബിറ്റലുകളിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അൺപെയ്ഡ് ഇലക്ട്രോണിന്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. പൈ സ്റ്റാർ ഓർബിറ്റലുകളിൽ അൺപെയ്ഡ് ഇലക്ട്രോണുകളെ കണ്ടെത്താൻ പറ്റുന്നു S2 മോളിക്യൂൾ. അപ്പൊ അത് ഉറപ്പായിട്ട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിട്ട് ഓക്സിജനെ പോലെ, നമുക്കറിയാം ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്, പൈ സ്റ്റാർ ഓർബിറ്റലുകളിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. അതുപോലെ തന്നെ S2 മോളിക്യൂളും പാരാമാഗ്നറ്റിക് ആണ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഇൻ പൈ സ്റ്റാർ ഓർബിറ്റൽസ്. അപ്പൊ ഏകദേശം 1000 കെൽവിനിൽ ഏകദേശം വേപ്പർ ഫേസിലാണ് സൾഫർ S2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന് പാരാമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ചോദ്യം ഇതാണ്, വിച്ച് ഫോം ഓഫ് സൾഫർ എക്സിബിറ്റ് പാരാമാഗ്നറ്റിസം? ദ ആൻസർ ഈസ് S2. S2 എന്ന് പറഞ്ഞ സൾഫറിന്റെ ഫോം. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക, 1000 കെൽവിൻ അതിന് മുകളിലൊക്കെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാക്കുക, പഠിക്കുക. ഓക്കെ, ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് സൾഫർ ഡയോക്സൈഡിനെ പറ്റിയാണ്. അപ്പൊ ആ ക്ലാസ്സിലേക്ക് പോകാം. SO2 അഥവാ സൾഫർ ഡയോക്സൈഡ്. ഈ സൾഫർ ഡയോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നാമതൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ സൾഫറിനെ ഓക്സിജന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യിപ്പിക്കും. ഓക്സിജനും സൾഫറും കൊണ്ട് റിയാക്ട് ചെയ്ത് നമുക്ക് സൾഫർ ഡയോക്സൈഡ് ഉണ്ട്. S+O2 gives SO2. ലബോറട്ടറിയിൽ നമുക്ക് സൾഫർ ഡയോക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സൾഫ്യൂരിക് ആസിഡും സൾഫൈറ്റും കൂടെ റിയാക്ട് ചെയ്യിപ്പിക്കും. സൾഫൈറ്റ് ആയും അക്വസ് ആയിരിക്കും. ഇതിനകത്തോട്ട് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് SO2 ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. S2 ആസ് എ ബൈ പ്രോഡക്റ്റ്. വാട്ടർ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് സൾഫർ ഡയോക്സൈഡ് കിട്ടും. ഇങ്ങനെ 2 മെത്തേഡ് വഴിയാണ് സൾഫർ ഡയോക്സൈഡിനെ പൊതുവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സൾഫർ ഡയോക്സൈഡ് ഒരു അസിഡിക് ഓക്സൈഡ് ആണ്. ഇതിന്റെ ഒരു റിയാക്ഷൻ നമ്മൾ ചെക്ക് ചെയ്താൽ സൾഫർ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് H2SO3 എന്ന് പറഞ്ഞ ആസിഡ് കിട്ടുന്നു. ഇതിനെ സൾഫ്യൂറസ് ആസിഡ് എന്ന് വിളിക്കുന്നു. This is called sulfurous acid. അപ്പോൾ H2SO3 സൾഫ്യൂറസ് ആസിഡ് എന്ന് വിളിക്കുന്നു. അപ്പം അത് സൾഫർ ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ഒരു ആസിഡ് ആയതുകൊണ്ട് ഇതിനെ ഒരു അസിഡിക് ഓക്സൈഡ് എന്ന് വിളിക്കുക. സൾഫർ ഡയോക്സൈഡ് ഒരു അസിഡിക് ഓക്സൈഡ് ആണ്. അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് ആൽക്കലികളുമായിട്ട് റിയാക്ട് ചെയ്യാറുണ്ട്. 2 മോളിക്യൂൾ സോഡിയം ഹൈഡ്രോക്സൈഡും നമ്മുടെ സൾഫർ ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്താൽ ഇവിടെ നമുക്ക് Na2CO3 SO3 സോഡിയം സൾഫൈറ്റ് Na2SO3 പ്ലസ് വാട്ടർ, ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ കിട്ടും. ഇതാണ്. അപ്പം ഒരു ബേസുമായിട്ട് സൾഫർ ഡയോക്സൈഡ് റിയാക്ട് ചെയ്യുന്നു. ദാറ്റ് ഷോസ് ദ അസിഡിക് നേച്ചർ ഓഫ് സൾഫർ ഡയോക്സൈഡ്. അതുപോലെ തന്നെ നമ്മൾ ഈ സൾഫർ ഡയോക്സൈഡിനെ ഫർദർ ഓക്സിഡേഷൻ വിധേയമാക്കുന്നു. 2SO2 + O2 ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് V2O5 വനേഡിയം പെന്റോക്സൈഡിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ സൾഫർ ഡയോക്സൈഡിനെ ഓക്സിഡൈസ് ചെയ്യിപ്പിച്ചാൽ അത് സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ സൾഫർ ഡയോക്സൈഡിനെ നമുക്ക് വനേഡിയം പെന്റോക്സൈഡ് വെച്ച് ഓക്സിഡൈസ് ചെയ്ത് സൾഫർ ട്രയോക്സൈഡ് ആക്കി കൺവേർട്ട് ചെയ്യാം. ഇത് 3 പ്രധാനപ്പെട്ട സൾഫർ ഡയോക്സൈഡിന്റെ റിയാക്ഷനുകൾ. ഇനി ഈ സൾഫർ ഡയോക്സൈഡ് ഗ്യാസിനെ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹൗ ടു ഡിറ്റക്ട് ഓർ ടെസ്റ്റ് ദ പ്രസൻസ് ഓഫ് സൾഫർ ഡയോക്സൈഡ്? സൾഫർ ഡയോക്സൈഡിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ആസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4. ആസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റിന് പർപ്പിൾ കളറാണ്. ഈ പർപ്പിൾ കളറിന്റെ ഡീകളറൈസേഷൻ ഓഫ് പർപ്പിൾ കളർ ബൈ പാസിംഗ് SO2. അപ്പൊ SO2 ഗ്യാസിനെ നമ്മൾ ആസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക് കടത്തിവിടുമ്പോൾ അതിന്റെ പിങ്ക് കളർ അല്ലെങ്കിൽ പർപ്പിൾ കളർ അത് ഡീകളറൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ്.
അപ്പോൾ സൾഫർ ഡയോക്സൈഡ് ഗ്യാസിനെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റിലേക്ക് സൾഫർ ഡയോക്സൈഡിനെ പാസ് ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ കളർ ഡീകളറൈസ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ്. അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റാണ്. നല്ലൊരു റെഡ്യൂസിങ് ഏജന്റാണ്. ഉദാഹരണത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Fe3+ ഫെറിക് സോൾട്ടുകളെ Fe2+ ആക്കി കൺവേർട്ട് ചെയ്യും. Fe3+ സോൾട്ടുകളെ Fe2+ ഫെറസ് ആക്കി മാറ്റുന്നു. അങ്ങനെ നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടും സൾഫർ ഡയോക്സൈഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് ഈസ് എ വെരി ഗുഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇറ്റ് കൺവേർട്ട് Fe3+ salt to Fe2+ and it decolorizes the purple color of acidified potassium permanganate and it serves as for the identification of SO2. അപ്പം നമ്മൾ SO2ന്റെ ഐഡന്റിഫിക്കേഷന് വേണ്ടി സെർവ് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഡീക്ലറൈസേഷൻ റിയാക്ഷൻ യൂസിങ് KMnO4 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റിയാക്ഷനുകളാണ് സൾഫർ ഡയോക്സൈഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സൾഫർ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ ഏകദേശം ഓസോണിന്റെ സ്ട്രക്ചറിന് സിമിലർ ആണ്. അപ്പോൾ സൾഫർ സെൻട്രൽ പൊസിഷൻ, ഡബിൾ ബോണ്ടോ, സിംഗിൾ ബോണ്ടോ, ഇതാണ് നമ്മൾ ലോൺ പെയർ റെപ്രസെന്റേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സൾഫർ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന് റെസൊണൻസ് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പുറത്ത് വേണമെങ്കിലും ഡബിൾ ബോണ്ട് വരാം. സൾഫർ ഈസ് ഇൻ ദ സെൻട്രൽ പൊസിഷൻ, ഡബിൾ ബോണ്ടോ, സിംഗിൾ ബോണ്ടോ, ഈ രീതിയിലാണ് അതിന്റെ ഒരു റെപ്രസെന്റേഷൻ. അപ്പോൾ സൾഫർ ഡയോക്സൈഡിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. ഇറ്റ് ക്യാൻ എക്സിബിറ്റ് ദ ഫിനോമിനൻ ഓഫ് റെസൊണൻസ്. ഓക്കെ, ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ ആണ് വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. അതിന്റെ സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ. അപ്പോൾ പ്രധാനപ്പെട്ട NCERT ബേസ് ചെയ്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫോസ്ഫറസിന്റെ ഓക്സോ ആസിഡുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു എലമെന്റിന്റെ ഓക്സോ ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തോ ആ എലമെന്റും ഓക്സിജനും ഹൈഡ്രജനും ചേരുന്നതാണ്. അപ്പം സൾഫറിന് ഇതുപോലെ ഇഷ്ടംപോലെ ഓക്സോ ആസിഡുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഓക്സോ ആസിഡുകളെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ ഓക്സോ ആസിഡുകൾ ഓഫ് സൾഫർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് H2SO3. ഇതിനെ നമ്മൾ സൾഫ്യൂറസ് ആസിഡ് എന്ന് വിളിക്കുന്നു. നേരത്തെ നമ്മൾ അത് മനസ്സിലാക്കിയതാണ് H2SO3. അപ്പോൾ ഇതിന്റെ സ്ട്രക്ചറിലേക്ക് വന്നാൽ സൾഫർ സെൻട്രൽ പൊസിഷൻ ആണ്. സൾഫറിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഡബിൾ ബോണ്ടോ, 2 OH ഗ്രൂപ്പുകൾ. ഫോർമുലയ്ക്ക് മാറ്റാവുന്ന രീതിയിൽ അതിന്റെ സ്ട്രക്ചർ നമുക്ക് ഡ്രോ ചെയ്ത് വെക്കാൻ പറ്റും. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സൾഫ്യൂറസ് ആസിഡ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസാണ് രണ്ടാമത്തത്. നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആസിഡാണ് H2SO4. ഇതിനെയാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കേസാണ്. കിങ് ഓഫ് കെമിക്കൽ എന്ന് ഒരു നിക്നെയിം ഉള്ള ആളാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ് H2SO4 എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഷേപ്പ് പറഞ്ഞാൽ സൾഫർ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. ഇവിടെ ഡബിൾ ബോണ്ടോ, ഇപ്പുറത്ത് ഡബിൾ ബോണ്ടോ, പഴയതുപോലെ തന്നെ OH ഗ്രൂപ്പുകൾ വരുന്നു. വളരെ ഈസി ആയി തന്നെ നമുക്ക് ആ സ്ട്രക്ചർ മനസ്സിലാക്കാം. സോ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഇതുമായിട്ടുള്ള വ്യത്യാസം ഇവിടെ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അതിന് പകരം ഇവിടെ ഒരു ഡബിൾ ബോണ്ടോയാണ്. ഒരു ഓക്സിജന്റെ വ്യത്യാസമാണ് സൾഫ്യൂറസ് ആസിഡും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ളത്. ഇനി അടുത്ത ഒരു 2 സ്ട്രക്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഒരു കേസാണ് H2S2O8. ഇതിനെ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്നാണ് പറയുന്നത്. This is called പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. പെറോക്സൈഡ് ലിങ്കേജ് അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പം സൾഫർ ഒരെണ്ണം ഇവിടെ, ഡബിൾ ബോണ്ടോ, OH. ഈ ഗ്രൂപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സൾഫർ, ഡബിൾ ബോണ്ടോ, OH. ഈ 2 സൾഫറുകളെ തമ്മിൽ ഒരു 2 ഓക്സിജൻ വെച്ചിട്ട് കണക്ട് ചെയ്യും. ഈ 2 ഓക്സിജൻ സിംഗിൾ ബോണ്ട് ലിങ്കേജിനെയാണ് പെറോക്സൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. സോ പെറോക്സൈഡ് ബോണ്ട് വരുന്ന ഒരു ആസിഡാണ് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്. അപ്പൊ ദിസ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. അപ്പൊ ഇവിടെ ഇനി മറ്റൊരു ഇതിൽ നിന്ന് ഒരു ഓക്സിജൻ കുറഞ്ഞ ഒരു ആസിഡ് ആണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ നോക്കുമ്പോൾ നാലാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് H2S2O7. ഇതിനെ പൈറോ സൾഫ്യൂരിക് ആസിഡ് എന്ന് വിളിക്കുന്നു.
ഈസ് കോൾഡ് പൈറോ സൾഫ്യൂരിക് ആസിഡ്. അതായത് നമ്മൾ ഒലിയം എന്ന് വിളിക്കാറുണ്ട്, ഒലിയം എന്ന് വിളിക്കാറുണ്ട്. സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിംഗിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. H2S2O7 വളരെ പ്രധാനപ്പെട്ട ഒരു ആസിഡാണ്. ഈ കൂട്ടത്തിലുള്ള പൈറോ സൾഫ്യൂരിക് ആസിഡ് എന്ന് വിളിക്കുന്നു. ഇവിടെ ഈ സ്ട്രക്ചറിൽ നിന്ന് ഒരു ഓക്സിജൻ കുറച്ചാൽ മതി, കാര്യങ്ങൾ എളുപ്പമായി. ആ സ്ട്രക്ചറിൽ നിന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ സൾഫർ പഴയതുപോലെ ഡബിൾ ബോണ്ടോ, ഇങ്ങോട്ടൊരു ഡബിൾ ബോണ്ടോ, OH അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൾഫർ ഉണ്ട്, ഡബിൾ ബോണ്ടോ, OH ഇവിടെ തന്നെ നിൽക്കുന്നു. ഈ രണ്ട് സൾഫറിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഓക്സിജനെയും കണക്ട് ചെയ്താൽ മതി. കാരണം പെർ ഓക്സോ ഡൈസൾഫ്യൂരിക് ആസിഡും പൈറോ സൾഫ്യൂരിക് ആസിഡും തമ്മിൽ ഒരു ഓക്സിജന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ സ്ട്രക്ചറൽ സിമിലാരിറ്റി പൊസസ് ചെയ്യുന്ന രണ്ട് ആസിഡുകളാണ് ഇവർ. ഇങ്ങനെ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഡ്രോ ചെയ്ത് നോക്കാം. ഒരു ഓക്സിജൻ ആണ്, അതിന്റെ സൾഫർ ലിങ്കേജ്. ഇവിടെ പെറോക്സൈഡ് ലിങ്കേജ് ഇല്ല, പക്ഷേ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡിൽ പെറോക്സൈഡ് ലിങ്കേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഒലിയം എന്ന് വിളിക്കുന്നു, ഒലിയം. അതുപോലെ തന്നെ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡിനെ വളരെ പ്രധാനപ്പെട്ട ഒരു പേര് വിളിക്കാറുണ്ട്, എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വരാറുണ്ട്, മാർഷൽസ് ആസിഡ്. അപ്പൊ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് ഈസ് കോമൺലി കോൾഡ് മാർഷൽസ് ആസിഡ്. അതുപോലെ തന്നെ മറ്റൊരു ആസിഡിനെയും കൂടെ ഇവിടെ പരിചയപ്പെടുന്നു, H2SO5. ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് NCERT ടെക്സ്റ്റിൽ പഠിക്കാനില്ല. H2SO5 ഇയാളെ നമ്മൾ കാരോസ് ആസിഡ് എന്ന് വിളിക്കും. പേര് പറയാൻ വേണ്ടി ഒന്ന് പറഞ്ഞാൽ കാരോസ് ആസിഡ്. അപ്പൊ കാരോസ് ആസിഡ് H2SO5, മാർഷൽസ് ആസിഡ് H2S2O8. അപ്പൊ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡിനെയാണ് മാർഷൽസ് ആസിഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് മെയിൻ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. വളരെ നന്നായിട്ട് മനസ്സിലാക്കുക, പഠിക്കുക, വരച്ചു പിടിക്കുക. ആ ലിങ്കേജുകൾ മനസ്സിലാക്കുക. പെറോക്സൈഡ് ലിങ്കേജ് വരുന്നത് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. ബാക്കിയുള്ള 4 പേരിൽ ഈ പറഞ്ഞ കേസുകൾ പെറോക്സൈഡ് ലിങ്കേജുകളൊന്നും വരുന്നില്ല. പ്രധാനപ്പെട്ട ഈ 3 എണ്ണം ഒന്ന് ഓർത്തിരിക്കുക. സൾഫ്യൂറസ് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്, അതർവൈസ് കോൾഡ് മാർഷൽസ് ആസിഡ്, and H2S2O7 പൈറോ സൾഫ്യൂരിക് ആസിഡ്. ഇറ്റ് ഈസ് കോമൺലി കോൾഡ് ഒലിയം. ഈ ഒലിയത്തിൽ നിന്നാണ് നമ്മൾ സൾഫ്യൂരിക് ആസിഡിനെ മേക്ക് ചെയ്യുന്നത്. അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ, നമുക്കിനി 16th ഗ്രൂപ്പ് എലമെന്റുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് പഠിക്കാനുള്ളത്, സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ്. എങ്ങനെയാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, ഇൻഡസ്ട്രിയലി നമുക്ക് എങ്ങനെ സൾഫ്യൂരിക് ആസിഡിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ നമ്മൾ കോണ്ടാക്ട് പ്രോസസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം മനസ്സിലാക്കാം, മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ദാറ്റ് ഈസ് കോൾഡ് കോണ്ടാക്ട് പ്രോസസ്. കോണ്ടാക്ട് പ്രോസസ് എന്നറിയപ്പെടുന്നു. ഈ കോണ്ടാക്ട് പ്രോസസ്സിൽ ഒന്നിലധികം സ്റ്റെപ്പുകളുണ്ട്, അത് നമുക്കൊന്ന് നോക്കാം. ആദ്യ സ്റ്റെപ്പിൽ സൾഫറിനെ ഓക്സിജനിൽ കത്തിക്കുന്നു, അല്ലെങ്കിൽ ബേൺ ചെയ്ത് സൾഫർ ഡയോക്സൈഡ് കിട്ടുന്നു. ഈ കിട്ടുന്ന സൾഫർ ഡയോക്സൈഡിനെ നമ്മൾ ഫർദർ ഓക്സിഡേഷന് വിധേയമാക്കുന്നു. അതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. അങ്ങനെ നമുക്ക് സൾഫറിന്റെ ട്രയോക്സൈഡ് കിട്ടുന്നു. സൾഫർ ഡയോക്സൈഡിനെ ഫർദർ ഓക്സിഡേഷന് വിധേയമാക്കി സൾഫർ ട്രയോക്സൈഡ് കിട്ടും. ഈ ഒരു റിയാക്ഷൻ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്, വനേഡിയം പെന്റോക്സൈഡ്. അതുപോലെ തന്നെ 720 കെൽവിൻ ടെമ്പറേച്ചർ, 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇങ്ങനെ ഒപ്റ്റിമം കണ്ടീഷനിലാണ് സൾഫർ ഡയോക്സൈഡ് ഓക്സിഡൈസ് ചെയ്യപ്പെട്ട സൾഫർ ട്രയോക്സൈഡ് ആക്കി മാറ്റുന്നത്. ഇങ്ങനെ കിട്ടുന്ന സൾഫർ ട്രയോക്സൈഡിനെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടുന്ന സൾഫർ ട്രയോക്സൈഡിനെ നമ്മൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നു. ഇത് നേരത്തെ നമ്മുടെ ഉള്ള സൾഫ്യൂരിക് ആസിഡാണ്. അതും സൾഫർ ട്രയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് H2S2O7 അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പൈറോ സൾഫ്യൂരിക് ആസിഡ്, ദിസ് ഈസ് കോമൺലി കോൾഡ് ഒലിയമായിട്ട് മാറുന്നു. അപ്പൊ H2S2O7 ഈ ഒലിയത്തിലേക്ക് നമ്മൾ വാട്ടറിനെയൊക്കെ ആഡ് ചെയ്ത് നമുക്ക് ഡിസൈഡ് കോൺസെൻട്രേഷൻ, നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് സൾഫ്യൂരിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ വാട്ടർ എടുത്ത് ഒലിയത്തിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ ഒരു റിയാക്ഷനാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. H2S2O7 പ്ലസ് വാട്ടർ, 2 molecules of H2SO4. We get desired concentration of sulfuric acid. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സൾഫ്യൂരിക് ആസിഡ് ഏകദേശം 96 to 98% പ്യൂരിറ്റി ഉള്ള സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും. ഇതാണ് നമ്മൾ എൻ്റയർ കോണ്ടാക്ട് പ്രോസസ്സിൽ മനസ്സിലാക്കുന്ന 4 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിംഗിൽ നമുക്ക് പഠിക്കേണ്ടത്. സൾഫർ ഓക്സിജനിൽ കത്തിക്കുന്നു, സൾഫർ ഡയോക്സൈഡ് കിട്ടി. അങ്ങനെ കിട്ടുന്ന സൾഫർ ഡയോക്സൈഡിന് ഇങ്ങനെയുള്ള ഒപ്റ്റിമം കണ്ടീഷൻ 720 കെൽവിൻ ടെമ്പറേച്ചർ, 2 അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വനേഡിയം പെന്റോക്സൈഡ് കാറ്റലിസ്റ്റ്,
അതിന്റെ പ്രസൻസിൽ നമ്മൾ സൾഫർ ഡയോക്സൈഡിനെ ട്രയോക്സൈഡ് ആക്കി മാറ്റുന്നു. ഇങ്ങനെ കിട്ടുന്ന സൾഫർ ട്രയോക്സൈഡിനെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സൾഫ്യൂരിക് ആസിഡിൽ ഡിസോൾവ് ചെയ്ത് നമുക്ക് ഒലിയും പൈറോ സൾഫ്യൂരിക് ആസിഡ് അത് കിട്ടുന്നു, H2SO7 കിട്ടുന്നു. ആ ഒലിയത്തിലേക്ക് നമ്മൾ വാട്ടറുമായിട്ട് ചേർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കോൺസെൻട്രേഷനിൽ സൾഫ്യൂരിക് ആസിഡിനെ മേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കിട്ടുന്നു 2 molecules of H2SO4. അങ്ങനെ കിട്ടുന്ന ഈ കോണ്ടാക്ട് പ്രോസസ്സിലൂടെ കിട്ടുന്ന സൾഫ്യൂരിക് ആസിഡിന്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് 96 to 98% ആണ്. ഇവിടെ നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റുള്ള ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബന്ധപ്പെട്ട ഡിസോസിയേഷൻ കോൺസ്റ്റന്റുകളെ പരിശോധിച്ചാൽ സൾഫ്യൂരിക് ആസിഡിനെ നമ്മൾ കിങ് ഓഫ് കെമിക്കൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മിക്കവാറും എല്ലാ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ സൾഫ്യൂരിക് ആസിഡ് എടുക്കുന്നത് H2SO4, ഇറ്റ് ഈസ് എ ഡൈബേസിക് ആസിഡ്. ഇതൊരു ഡൈബേസിക് ആസിഡ്. ഇദ്ദേഹം 2 സ്റ്റെപ്പുകളിലായിട്ടാണ് ഡിസോസിയേഷന് വിധേയമാകുന്നത്. നമുക്കപ്പോൾ അതിലേക്കൊന്ന് പോയാൽ H2SO4 അതിനകത്ത് നിന്ന് 2 റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ആദ്യം വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു, ഒരു H+നെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബൈസൾഫേറ്റ് അയോൺ കിട്ടുന്നു, HSO4 മൈനസ് വാട്ടർ H+നെ അബ്സോർബ് ചെയ്താൽ യു ആർ ഗെറ്റിംഗ് H3O+. നമ്മൾ ഈ ഒരു റിയാക്ഷൻ ഒരു പ്രോട്ടോണിനെ എലിമിനേറ്റ് ചെയ്തു, അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസോസിയേഷൻ കോൺസ്റ്റന്റിനെ നമ്മൾ Ka1 എന്ന് എടുക്കുന്നു. Ka1 എടുത്താൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 10, 10ൽ കൂടുതലാണ് എന്ന് മനസ്സിലാക്കണം. അതേസമയം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബൈസൾഫേറ്റ് അയോൺ വീണ്ടും വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റെപ്പിൽ. അപ്പോൾ നമുക്ക് സൾഫേറ്റ് അയോൺ SO4 2- പ്ലസ് എഗെയിൻ വി ഗെറ്റ് ഹൈഡ്രോണിയം അയോൺ H3O+. ഇവിടെ നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka2 എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2 × 10⁻⁻12. ഇത്രയും ചെറിയൊരു വാല്യൂ ആണ് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് Ka1 ഉം Ka2 കൂടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും Ka2 വളരെ ചെറുതും Ka1 വളരെ കൂടുതലുമാണ്. ഇത് 10ൽ കൂടുതൽ, ഇത് 10⁻⁻12 റേഞ്ചിലാണ് വരുന്നത്. സോ ഫ്രം ദിസ് 2 equations we can conclude that Ka1 very greater than Ka2 of sulfuric acid. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ ഫസ്റ്റ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka1 എന്നുള്ളത് Ka2-നേക്കാട്ടിൽ ഒരുപാട് കൂടുതലാണ്. ഇതിന്റെ അർത്ഥം സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് വളരെ വേഗം H+ റിലീസ് ആവുന്നതാണ്. സൾഫ്യൂരിക് ആസിഡ് അത്രത്തോളം നല്ലൊരു ആസിഡാണ്, വളരെ വീര്യം കൂടിയ സ്ട്രോങ് ആയിട്ടുള്ള അതിശക്തനായിട്ടുള്ള ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ് എന്നാണ് ഈ ഒരു ഇക്വേഷൻ നമ്മളെ കാണിക്കുന്നത്. അതേസമയം ബൈസൾഫേറ്റ് അയോണിൽ നിന്ന് അത്ര സ്പീഡിൽ H+ റിലീസ് ആവുന്നില്ല. അപ്പോൾ അത് Ka2 വളരെ കുറഞ്ഞു പോയി. ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ സൾഫ്യൂരിക് ആസിഡിനെ കിങ് ഓഫ് കെമിക്കൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ മാക്സിമൈസ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ട ഒപ്റ്റിമം കണ്ടീഷൻസ് ഏതൊക്കെ, എന്തൊക്കെ മിനിമം റിക്വയർമെന്റ് ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷന് കൂട്ടാൻ വേണ്ടി, ഈൽഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ വനേഡിയം പെന്റോക്സൈഡ് എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റിനെ ഉപയോഗിക്കാം. നമുക്ക് അതുപോലെ 720 Kelvin ടെമ്പറേച്ചർ കൊടുക്കാം, 2 atmospheric പ്രഷർ കൊടുക്കാം. സൾഫർ ഡയോക്സൈഡിന്റെ ഒക്കെ കോൺസെൻട്രേഷൻ നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ ലേഷാലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഫോർവേഡ് റിയാക്ഷൻ വേഗത്തിലാകുന്ന കണ്ടീഷൻസ്, റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ കൂട്ടി കൊടുക്കുക, ഒപ്റ്റിമം ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യാം. ഇതൊക്കെയാണ് നമുക്ക് സൾഫ്യൂരിക് ആസിഡിന്റെ ഈൽഡ് വർദ്ധിപ്പിക്കാൻ നമ്മളിവിടെ ചെയ്യുന്ന ഒപ്റ്റിമം കണ്ടീഷൻസ് അല്ലെങ്കിൽ മാർഗങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ മാനുഫാക്ചറിങ് മനസ്സിലാക്കുക. സൾഫ്യൂരിക് ആസിഡിന്റെ ഹൈ അസിഡിക് ക്യാരക്ടർ ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ.